എം വി സഞ്ജു കൂടി ചേർന്നു. എം വി സഞ്ജു, താങ്കളുടെ ഭീഷണി കാരണം ഈ വില്ലേജ് ഓഫീസിൽ ഉദ്യോഗസ്ഥന് ജോലി ചെയ്യാൻ കഴിയില്ല, അദ്ദേഹത്തിന് ലീവ് തരണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് കളക്ടറുടെ അടുത്ത് പോയിരിക്കുകയാണ് ഈ വില്ലേജ് ഉദ്യോഗസ്ഥൻ. എന്താണ് അദ്ദേഹത്തോട് താങ്കൾക്ക് പറയാനുള്ളത്? അയ്യോ, നമ്മുടെ ഭീഷണി കാര്യം ആർക്കും അങ്ങനെ ജോലി ചെയ്യാതിരിക്കേണ്ട കാര്യമില്ല. ഞങ്ങൾ തമ്മിലുണ്ടായ സംഭാഷണം, ഞങ്ങൾ തമ്മിൽ അദ്ദേഹം എന്നെ ഇങ്ങോട്ട് വിളിച്ച് സംസാരിച്ച് പ്രകോപിപ്പിച്ച് അതിന്റെ ഭാഗമായുണ്ടായ സംസ്കാരമാണ്. അതല്ലാതെ അദ്ദേഹത്തെ ആക്രമിക്കണമെന്നുള്ള ഉദ്ദേശത്തോടുകൂടൊന്നും ഞാൻ പറഞ്ഞതല്ല. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇവിടെ നാരിങ്ങാനത്തോ അല്ലെ ഈ പത്തനംതിട്ടയിൽ എത്രയോ കാലമായിട്ട് എത്രയോ ഉദ്യോഗസ്ഥർ ജോലി ചെയ്യുന്നുണ്ട്. ആരെയും നമുക്ക് ഭീഷണിപ്പെടുത്തേണ്ട കാര്യം വന്നിട്ടില്ലല്ലോ. ആർക്കും നമ്മുടെ ഭീഷണി മൂലം ജോലി ചെയ്യാൻ പറ്റത്തില്ലെന്നും പറഞ്ഞ് പോകേണ്ട സാഹചര്യം വന്നിട്ടില്ലല്ലോ. ഇതെല്ലാം ഒരു വാർത്തകളിൽ ഇടം പിടിക്കുക എന്നുള്ള ഉദ്ദേശത്തോടെ. എം വി സഞ്ജു, ഇപ്പോ വില്ലേജ് ഓഫീസിൽ കയറി വെട്ടും എന്ന് പറഞ്ഞാൽ താങ്കൾക്ക് ഇപ്പോൾ ഒരു ഖേദമുണ്ടോ? ഖേദിക്കേണ്ട കാര്യമൊന്നുമില്ല. അന്നേരം എന്നെ കൊണ്ട് പ്രകോപിപ്പിച്ച് അങ്ങനെ സംസാരിച്ചതാണ്. എന്ത് പ്രൊവോക്കേഷൻ ഭാഗമായിട്ടാണെങ്കിലും CPM എന്ന് പറയുന്ന പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടിയുടെ അവിടുത്തെ പ്രധാനപ്പെട്ട ഏരിയ സെക്രട്ടറിയാണ് താങ്കൾ. വില്ലേജ് ഓഫീസിൽ കയറി വെട്ടും എന്ന് പറയുന്നത് തെറ്റായിപ്പോയി തോന്നുന്നുണ്ടോ താങ്കൾക്ക് എം വി സഞ്ജു? ഇപ്പോൾ അദ്ദേഹം ആ സംഭാഷണം ഞങ്ങൾ തമ്മിൽ ഏതാണ്ട് 4 മിനിറ്റിലധികം സമയം സംസാരിച്ചിട്ടുണ്ട്. ആ സംഭാഷണം പൂർണ്ണമായി പുറത്തു വരട്ടെ, എന്നിട്ട് വിലയിരുത്ത് പറഞ്ഞത് ശരിയോ തെറ്റോ എന്ന്. സാർ, എന്തുമായിക്കോട്ടെ, ആ സംഭാഷണം എന്തുമായിക്കോട്ടെ, വില്ലേജ് ഓഫീസർ എത്രത്തോളം പ്രൊവോക്ഡായിട്ടുള്ള സംസാരിച്ചോട്ടെ. എന്റെ ചോദ്യം, വില്ലേജ് ഓഫീസ് കയറി വെട്ടും എന്ന് പറഞ്ഞതിൽ താങ്കൾക്ക് ഇപ്പോൾ ഒരു ഖേദമുണ്ടോ? അല്ല, ഈ 4 മിനിറ്റ് സംഭാഷണം പുറത്തു വന്നിട്ട് കേട്ടിട്ട് വിലയിരുത്ത്. അല്ല, എം വി സഞ്ജു, 4 മിനിറ്റോ 40 മിനിറ്റോ വന്നോട്ടെ, എന്താണെങ്കിലും വില്ലേജ് ഓഫീസ് കയറി ഒരു ഉദ്യോഗസ്ഥനെ വെട്ടുക എന്ന് പറയുന്നത് കരണീയമല്ല. അത് നാട്ടിൽ നിയമമുള്ള നാടാണല്ലേ. അത് താങ്കൾ ചെയ്യാൻ വേണ്ടി പറഞ്ഞതുമല്ല, ഞാൻ താങ്കൾ ചെയ്യാൻ വേണ്ടി പറഞ്ഞതും ആവില്ല. എങ്കിൽ കൂടിയും ആ വാക്ക് വന്നതിൽ താങ്കൾക്കൊരു ഖേദമുണ്ടോ എം വി സഞ്ജു? ഇല്ല, എന്നെ കൊണ്ട് പറയിപ്പിച്ചതാണ് അദ്ദേഹം. എം വി സഞ്ജു, ഇപ്പം ആര് പറയിച്ചാലും വില്ലേജ് ഓഫീസിൽ കയറി ഒരാളെ വെട്ടും എന്ന് പറയുന്നത് നല്ലതല്ല. അതിനൊരു ഖേദം ഉണ്ട് എന്ന് പറയുന്നതുകൊണ്ട് താങ്കളുടെ ഉത്തരവാദിത്വം ഉയരുകയല്ലേ ഉള്ളൂ. ആ ഒരു വാക്ക് പറഞ്ഞുകൂടെ? ഖേദിക്കുന്നു, അങ്ങനെ പറഞ്ഞുപോയി, നാക്കുപിഴ എന്ന് പറഞ്ഞുകൂടെ എം വി സഞ്ജു? അല്ല, നാക്കുപിഴ എന്ന് പറയാൻ പറ്റത്തില്ല. ഒരു 4 മിനിറ്റിലധികം സമയം എന്നെ അപമാനിക്കത്തക്ക നിലയിൽ എന്നോട് സംസാരിച്ച ഒരാളോട് സ്വാഭാവികമാകുന്ന പ്രതികരണത്തിന്റെ ഭാഗമായ സംസാരമാണ്. എം വി സഞ്ജു, സ്വാഭാവികമായ പ്രതികരണമാണോ വില്ലേജ് ഓഫീസിൽ കയറി വിട്ടുമെന്ന് പറയുന്നത്? ഇപ്പൊ ഞാൻ പറഞ്ഞു, 4 മിനിറ്റ് സംസാരം പുറത്തു വിടട്ടെ, ഭാഗമല്ല കേട്ടോളൂ എല്ലാവരും. അല്ല, എം വി സഞ്ജു, ഈ പറഞ്ഞ വില്ലേജ് ഓഫീസർ താങ്കളെ അസഭ്യം വല്ലതും പറഞ്ഞോ? അസഭ്യം പറഞ്ഞിട്ടില്ല, പക്ഷെങ്കിൽ പ്രകോപനപരമായ നിലയിൽ അപമാനിക്കത്തക്ക നിലയിൽ സംസാരിച്ചു. എന്ത് പ്രകോപനം, എന്ത് അപമാനം? താങ്കൾ നികുതി അടച്ചിട്ടില്ല. അദ്ദേഹത്തോട് പറ, പുറത്തു വിടാൻ പറ. എം വി സഞ്ജു, താങ്കൾ നികുതി അടച്ചിട്ടില്ല. നികുതി അടക്കണമെന്ന് ആവശ്യപ്പെടുന്നു. താങ്കൾ നികുതി അടയ്ക്കുന്നതിലൂടെ ഇത്രയും കോലാഹലം ഉണ്ടാക്കേണ്ട കാര്യമുണ്ടോ? ഉണ്ടാക്കേണ്ട കാര്യമില്ല. അതാണ് പറഞ്ഞത്, ഉണ്ടാക്കേണ്ട കാര്യമില്ല. അപ്പോ നികുതി അടച്ചില്ല, അടയ്ക്കത്തില്ലെന്ന് പറഞ്ഞിട്ടുണ്ടോ? വിളിച്ചോടെ തന്നെ നാളെ അടച്ചേക്കാമെന്ന് പറഞ്ഞപ്പോ എന്നോട് സംസാരിക്കാൻ അനുവദിക്കാതെ 9,000 രൂപ കുടിശ്ശികയാണ്. എം വി സഞ്ജിത്, ഒറ്റ മാസത്തെ നികുതി കുടിശ്ശികയല്ല. ഏത് വില്ലേജ് ഓഫീസ് ഉദ്യോഗസ്ഥർ വിളിച്ചാലും ആ ടോണിലെ സംസാരിക്കും ആരോടും. കാര്യം നികുതി പിരിച്ചെടുക്കൽ അവരുടെ ഉത്തരവാദിത്തമാണ്. താങ്കൾ നികുതി അടയ്ക്കാമെന്ന് പറയുന്നു. അപ്പൊ സാറേ, വിളിച്ചാലും താങ്കൾക്ക് അറിയാവുന്ന കാര്യം, നികുതി അടയ്ക്കാന്ന് പറഞ്ഞാൽ വില്ലേജ് ഓഫീസ് വിളിച്ചിട്ട് പോയി അടക്കേണ്ട കാര്യമാണോ? അല്ലല്ലോ. അല്ല, നോട്ടീസ് സാറേ, നികുതി നമ്മൾ അടക്കേണ്ട സാധനമല്ലേ? നമ്മുടെ ഉത്തരവാദിത്തമല്ലേ അത്? ഓഫീസർ ബ്ലേഡ് മാഫിയ ഗുണ്ടകൾ ഭീഷണിപ്പെടുത്തുന്ന പോലെ ഭീഷണിപ്പെടുത്താൻ വില്ലേജ് ഓഫീസറെ ആരും ചുമതലപ്പെടുത്തിയിട്ടുണ്ടോ? ചുമതലപ്പെടുത്തിയിട്ടില്ല. അല്ല, അദ്ദേഹം എന്നോട് പറഞ്ഞ വാക്കുകൾ നിങ്ങൾ ശ്രദ്ധിക്കുക. ഈ പൈസ തിരിച്ച് അടച്ചില്ലെങ്കിൽ തഹസീൽദാരും കളക്ടറും ഞങ്ങളെ മുട്ടുകുത്തിച്ച് നിർത്തുമെന്ന്. കേരളത്തിൽ കീഴുദ്യോഗസ്ഥരെ മേലുദ്യോഗസ്ഥരെ മുട്ടുകുത്തിച്ച് നിർത്തുന്ന വ്യവസ്ഥ ഇവിടെ നിലനിൽക്കുന്നുണ്ടോ? അല്ല, അത് CPM ഭരിക്കുന്ന ഇടതുപക്ഷത്തിന്റെ റവന്യൂ മന്ത്രിയോട് ചോദിക്കണം. എന്റെ പ്രശ്നം അതല്ല. എന്റെ പ്രശ്നം, ഒരു വില്ലേജ് ഉദ്യോഗസ്ഥരുടെ ജോലി എന്താണ്? നികുതി അടയ്ക്കാത്തവരടുത്ത് പോയി നികുതി ചോദിക്കണം. താങ്കൾ നേരെ തിരിച്ചു ചോദിക്കും, നികുതി അടച്ചില്ലെങ്കിലും ചോദിക്കുക. അങ്ങനെ ചോദിക്കാൻ ഒരു പൗരനെ നമുക്ക് കഴിയുമോ എം വി സഞ്ജു? അടച്ചില്ലെന്ന് എന്ത് ചെയ്യും? കഴിഞ്ഞില്ല. മാർച്ച് 31 അടയ്ക്കാവുന്ന അദ്ദേഹത്തോട് ഞാൻ അങ്ങോട്ട് തന്നെ പറഞ്ഞു. പിന്നെ അവിടെ തീരേണ്ടതാണ് ആ സംഭാഷണം. നികുതി അടയ്ക്കണമെന്ന് വില്ലേജ് ഓഫീസർ പറയുന്നു. താങ്കൾ ചോദിക്കുന്നു നികുതി അടച്ചില്ലെങ്കിലോ എന്ന് ചോദിക്കാൻ ഒരു പൗരനായി എനിക്കും താങ്കൾക്കും അവകാശമുണ്ടോ? നികുതി അടച്ചേ മതിയാവുകയുള്ളൂ. അതെ, അടച്ചേ മതിയാകത്തുള്ളൂ. അടയ്ക്കത്തില്ലെന്ന് പറഞ്ഞില്ലല്ലോ. അല്ല, നികുതി അടച്ചോ താങ്കൾ ചോദിക്കുന്നുണ്ട് പറഞ്ഞാൽ പിന്നീട് അവിടെ മറ്റൊരു സംസാരത്തിന്റെ ആവശ്യമില്ല. ഒറ്റ കാര്യം കൂടി സഞ്ജു, ഞാൻ ചോദിക്കണം. താങ്കൾ ഉത്തരവാദിത്തപ്പെട്ട ഒരു പാർട്ടിയുടെ ഉത്തരവാദിത്തപ്പെട്ട ഏരിയ സെക്രട്ടറിയാണ്. വില്ലേജ് ഓഫീസിൽ കയറി ഒരാളെ വെട്ടും എന്ന് പറഞ്ഞത് നാക്കുപഴയാണ് എന്നെങ്കിലും താങ്കൾ പറയുമോ എം വി സഞ്ജു? അതിൽ ഖേദം പ്രകടിപ്പിക്കുന്നു, പറയൂ. നാക്കുപിഴ എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അദ്ദേഹം പറഞ്ഞത് മുഴുവൻ കൊണ്ട് റെക്കോർഡ് ചെയ്തതെല്ലാം പുറത്തു വിട്ടിട്ട് എന്ത് പ്രൊവോക്കേഷൻ ആയിക്കോട്ടെ, എന്ത് പ്രൊവോക്കേഷൻ, ഓഫീസിൽ കയറി ഒരാളെ വെട്ടും എന്ന് പറയുന്നതിൽ ഖേദം പ്രകടിപ്പിക്കൂ സഞ്ജു. താങ്കൾ ഒരു ഉത്തരവാദിത്തപ്പെട്ട പാർട്ടിയുടെ ആളല്ലേ, പ്രധാനപ്പെട്ട നേതാവല്ലേ? താങ്കളുടെ ഔന്നിത്യം കൂടുകയല്ലേ ഉള്ളൂ അങ്ങനെ ഖേദപ്രകടനത്തിലൂടെ? 9,000 രൂപ അടയ്ക്കുന്നതിന് വേണ്ടി ഈ കോലാഹലം ഉണ്ടാക്കേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നോ?
അതെന്താ ആ ഭാഗം എന്താ ചിന്തിക്കാത്തത്? ഞാൻ മാത്രം ഖേദം പ്രകടിപ്പിച്ചാൽ മതിയോ? അദ്ദേഹം ഖേദം പ്രകടിപ്പിക്കണ്ടേ? സാറേ, താങ്കൾ പറയുന്ന ഒരു ഹിംസയുടെ വാക്കാണ്. താങ്കൾ പറഞ്ഞൊരു വയലൻസ് ആണ് പറഞ്ഞത്. ഓഫീസിൽ കയറി വെട്ടുമെന്നാണ് താങ്കൾ പറഞ്ഞത്. അതിൽ ആ ഒരു വാക്കിലെങ്കിലും താങ്കൾ ഖേദമില്ലെങ്കിൽ ബാക്കിയൊക്കെ അവിടെ നിൽക്കട്ടെ. താങ്കൾ ആ ഒരു വാക്കിലെങ്കിലും ഖേദം പറയൂ എം വി സഞ്ജു. അല്ല, ആ ഖേദം അല്ലല്ലോ. അത് ആ സാഹചര്യത്തിലേക്ക് കൊണ്ടുവന്ന അദ്ദേഹത്തിന്റെ ഭാഗത്തെ തെറ്റെന്താ കാണാത്തെ? അല്ല, ആ സാഹചര്യത്തിൽ കൊണ്ടുവന്നാൽ താങ്കൾ ഓഫീസിൽ കയറി വെട്ടോ ഇനിയും? അങ്ങനെയാണോ താങ്കളുടെ നിലപാട്? അല്ല, കൊണ്ടുവന്ന് നോക്ക്. വെട്ടുമെന്നാണ്? അല്ല, നിങ്ങൾ കൊണ്ടുവന്ന് നോക്ക്. അല്ല, താങ്കൾ നോക്കൂ, ഒരു കേരളം മുഴുവൻ. അല്ലല്ല എം വി സഞ്ജു, ഇത് ധാർഷ്ട്യമല്ലേ? എം വി സഞ്ജു, ഇത് ധാർഷ്ട്യമല്ലേ? ഇത് ധാർഷ്ട്യത്തിന് അങ്ങേ അറ്റമല്ലേ? നോക്കൂ, കേരളം മുഴുവൻ കേൾക്കെ താങ്കൾ പറയുകയാണ് കൊണ്ടുവന്ന് നോക്കുമെന്ന് താങ്കൾ പറയുകയാണ്. അപ്പൊ താങ്കളും ഇയാളും തമ്മിലുള്ള ഫോൺ സംഭാഷണം താങ്കൾ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടാണ് എം വി സഞ്ജു? അല്ല, ഇവിടെ നിലനിൽക്കുന്ന ഒരു നിയമവ്യവസ്ഥയ്ക്ക് അപ്പുറത്തൊന്നും ചെയ്യാൻ വില്ലേജ് ഓഫീസർക്ക് അധികാരമില്ല. താങ്കൾക്ക് ഓഫീസിൽ കയറി വെട്ടാൻ അവകാശമുണ്ടോ? നിയമപരമായ കാര്യങ്ങളിൽ നിയമപരമായി തന്നെ കാര്യങ്ങൾ. ഇനി വില്ലേജ് ഓഫീസർ നിയമവിരുദ്ധമായി പെരുമാറിയാൽ താങ്കൾക്ക് ഓഫീസിൽ കയറി വെട്ടാൻ അവകാശം? താങ്കൾ ഇപ്പൊ പറയുന്നത് എന്താ? ഒന്ന് പറഞ്ഞു നോക്കൂ, കാണാന്നാ പറയുന്നത്. അഹങ്കാരമല്ലേ സഞ്ജു? നല്ലതാണോ അത്? ഒരു അഹങ്കാരമല്ല. അതാ പറഞ്ഞ അഹങ്കാരമാണോ ഒന്നും ഇല്ലയോ എന്ന് അറിയണമെങ്കിൽ 4 മിനിറ്റിലധികമുള്ള എന്റെ ചുരുങ്ങി ഒരൊറ്റ ചോദ്യം ഞാൻ ചോദിക്കുന്നുള്ളൂ. സംസ്ഥാന സർക്കാർ CPM ഭരിക്കുന്ന ഇടത് സർക്കാർ ഭരിക്കുന്ന റവന്യൂ വകുപ്പിന്റെ കീഴിലുള്ള ഒരു ഉദ്യോഗസ്ഥനെ ഓഫീസിൽ കയറി വെട്ടും എന്ന് താങ്കൾ പറഞ്ഞതിൽ താങ്കൾക്ക് ഖേദമുണ്ടോ എന്നൊരൊറ്റ വാക്ക് ചോദിക്കുന്നുള്ളൂ ഞാൻ. താങ്കൾ പറഞ്ഞ് ഇനിയും ചെയ്യുമെന്നാ പറയുന്നത്. ഖേദപ്രകടനം നടത്തേണ്ട കാര്യമില്ല. വില്ലേജ് ഓഫീസർ നമ്മളോട് സംസാരിക്കാതെ വേണമെങ്കിൽ അദ്ദേഹത്തോട് വേണേൽ ഖേദപ്രകടനം നടത്താം. നിങ്ങളോട് ഖേദപ്രകടനം നടത്തിയിട്ട് കാര്യമില്ല. ഇല്ല, എന്നോട് ഖേദപ്രകടനം കാര്യമില്ലല്ലോ. ഞാൻ ചോദിച്ചത് താങ്കൾ വില്ലേജ് ഓഫീസറോട് നടത്താൻ തയ്യാറുണ്ടോ എന്നുള്ളതാണ്. ഓക്കെ, താങ്കൾ ഇനി ഫോൺ വിളിക്കുമോ എന്നുള്ള കാര്യമൊന്നും അറിയില്ല. എന്തായിക്കോട്ടെ, ഇനി എന്ത് പ്രൊവോക്കേഷൻ ആയിക്കോട്ടെ, ഇനി ഏതും ആയിക്കോട്ടെ, ഏത് രാഷ്ട്രീയ പാർട്ടിയുടെ ഉത്തരവാദിത്തപ്പെട്ടിരിക്കുന്ന നേതാവിന് ഒരു സർക്കാർ ഉദ്യോഗസ്ഥന്റെ കാൽ ഓഫീസിൽ കയറി വെട്ടും എന്നൊന്നും പറഞ്ഞു കളയാനുള്ള അവകാശമൊന്നുമില്ല സഞ്ജു. അങ്ങനെ പറയാനുള്ള അവകാശം ഇല്ലെന്നുള്ള ബോധ്യം എനിക്കുണ്ട്. പക്ഷേ വില്ലേജ് ഓഫീസർ എന്ന നിലയിൽ സംസാരിക്കണം. ഓക്കെ, എന്തായാലും അതിൽ ഖേദം. സംസാരത്തിന്റെ ഒരു പരിധി കഴിഞ്ഞപ്പോൾ ഇദ്ദേഹം വില്ലേജ് ഓഫീസർ ആണോ എന്ന് തന്നെ എനിക്ക് സംശയം ഉണ്ടായി. ഒരു സംസാരിക്കുന്നില്ല സംസാരിച്ചത്. ശരി, എന്തായാലും ഒരു ഖേദമുണ്ടെങ്കിൽ അദ്ദേഹത്തെ ഒന്ന് വിളിക്കൂ. ഒരു പാവം പിടിച്ചവനാണ്, ഒരു സർക്കാർ ഉദ്യോഗസ്ഥനാണ്, ജീവിക്കാൻ വേണ്ടി പണി ചെയ്യുന്ന ആളാണ്. അയാൾക്ക് താങ്കൾ കാരണം പേടിച്ച് പാവം പിടിച്ചവനാ. സർവീസ് ട്രാക്ക് മുഴുവൻ പരിശോധിച്ചു നോക്കാം, അപ്പൊ അറിയാം. ട്രാക്ക് താങ്കൾ പരിശോധിച്ചോ? അല്ല, ട്രാക്ക് താങ്കൾ പരിശോധിച്ചെങ്കിൽ അയാളെ പുറത്താക്കാൻ സർക്കാരിനോട് ആവശ്യപ്പെടൂ. അതല്ലെങ്കിൽ ഒരു പാവം പിടിച്ചവനാണ്, കുടുംബമായിട്ട് കഴിയുന്നവനാണ്, ചുമ്മാ പറഞ്ഞ വിരട്ടിലയാക്കാൻ ആ നാട്ടിൽ ജീവിക്കാൻ പേടിയാണെന്നാ പറയുന്നത്. പറ്റുമെങ്കിൽ കാല് വെട്ടാം. ഈ പറഞ്ഞ വെട്ടത്തൊന്നും ഞാൻ വെറുതെ പറഞ്ഞാണ്. എന്തെങ്കിലും ഒന്ന് പറയൂ, എന്തെങ്കിലും ഒന്ന് പറയൂ. ഞാൻ ഓഫീസിൽ കയറി വെട്ടും എന്ന് പറഞ്ഞത് അത് വെട്ടാൻ വേണ്ടി പറഞ്ഞതല്ല, വെറുതെ പറഞ്ഞതാണ്. എന്തെങ്കിലും അദ്ദേഹത്തോടൊന്ന് പറഞ്ഞേക്കും. ഒന്നും നിങ്ങളുടെ സർക്കാർ ഉദ്യോഗസ്ഥനല്ലേ? കുടുംബത്തിന്റെ കാര്യം പറഞ്ഞില്ല. കുടുംബം എവിടെയാണെന്ന് അന്വേഷിക്കും. അദ്ദേഹത്തിന്റെ ഭാര്യ കൊടുത്ത് പരാതി താങ്കൾ അന്വേഷിക്കും. എന്തായാലും താങ്കൾ ഓഫീസിൽ കയറി വെട്ടും എന്ന് പറയാനുള്ള അവകാശവും താങ്കൾക്കില്ല. അദ്ദേഹത്തിന്റെ ഭാര്യ കൊടുത്ത പരാതി എന്താണെങ്കിലും, അദ്ദേഹത്തിന്റെ അമ്മ കൊടുത്ത പരാതി എന്താണെങ്കിലും, ആര് കൊടുത്ത പരാതി എന്താണെങ്കിലും, അദ്ദേഹത്തെ വീട്ടിൽ ഓഫീസിൽ കയറി വെട്ടും എന്നൊന്നും പറയാനുള്ള അവകാശം ഒന്നും ഒരു CPM നാട്ടിലില്ല. എം വി സഞ്ജു, അത് കൈവച്ചാൽ മതി. ഇല്ല, അങ്ങനെ പറയാനുള്ള അവകാശമില്ല. അത് ശരിയാ. അത് അത്രയെങ്കിലും സമ്മതിച്ചല്ലോ. താങ്ക് യു.